സുവേശുവിലേവർക്കും സ്നേഹവന്ദനം. സദൃശ്യവാക്യങ്ങൾ 5:13 എൻ്റെ ഉപദേഷ്ടാക്കന്മാരുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല, എന്നെ പ്രബോധിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തില്ല എന്നെഴുതിയിരിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 5-ാം അധ്യായം അസാന്മാർഗികയ്ക്കെതിരെയുള്ള മുന്നറിയിപ്പാണ്. ദൈവിക വ്യവസ്ഥയ്ക്കെതിരായി വിവാഹിതരുടെയും അവിവാഹിതരുടെയും മധ്യേ നടമാടുന്ന അവിഹിത ബന്ധങ്ങൾ, അതായത് പരസംഗം പോലെയുള്ളവ ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുമെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. ഇത്തരം പ്രവൃത്തികൾ മനസ്സാക്ഷിയെ മലിനപ്പെടുത്തുന്നത് കൂടാതെ നിത്യമായ നാശത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും ഉപദേശം കേട്ടിട്ടും അത് കൈക്കൊള്ളുവാനോ അനുസരിക്കുവാനോ തയ്യാറാകാതെ പിന്നത്തേതിൽ ആ വ്യക്തി തൻ്റെ ജീവിതത്തെക്കുറിച്ച് ആഴമായി ദുഃഖിക്കുന്നു. ശിക്ഷണം വെറുക്കുവാനും ശാസനയെ നിരസിക്കുവാനും ഉപദേഷ്ടാക്കന്മാരുടെ വാക്കുകൾ കേൾക്കാതിരിക്കുകയും ചെയ്തത് എന്തെന്ന് സ്വയമായി ചോദിക്കുന്നു. ഓർക്കുക, ഉപദേശം നിരസിക്കുന്ന ഹൃദയം അപകടകരമാണ്. നമ്മെ തിരുത്തുവാൻ നമ്മുടെ മാതാപിതാക്കന്മാരും സഹോദരങ്ങളും ആത്മീയ നേതാക്കളും ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയും ദിനംതോറും നാം വായിക്കുന്ന ദൈവവചനവും മതിയായതാണ്. ഇബ്രായ ലേഖനം 12 കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ എന്ന് ചോദിച്ചിരിക്കുന്നു. കർത്താവ് നമ്മെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത് നമ്മെ അപമാനിക്കുവാനല്ല, പിന്നെയോ നാശത്തിൽ നിന്നും രക്ഷിക്കുവാനുള്ള ദൈവ പദ്ധതിയാണ്. ഒരിക്കലും നമ്മെ തിരുത്തുന്ന വ്യക്തിയെ ശത്രുവായി കാണാതെ അനുസരിക്കുവാൻ തയ്യാറാക്കുക. ശാസന ലഭിച്ചപ്പോൾ പാപം ചെയ്ത ദാവീദ് തന്നെ താഴ്ത്തി പാപം ഏറ്റുപറഞ്ഞു, മാനസാന്തരപ്പെട്ടു. ഞാൻ ദൈവത്തോട് പാപം ചെയ്തു എന്ന് ദാവീദ് ഏറ്റുപറഞ്ഞു. നമുക്ക് ഉപദേശം ലഭിച്ചിട്ട് അനുസരിക്കാതെ നിരസിക്കുന്നത് അപകടകരമാണ്. ചെറിയ ചെറിയ മുന്നറിയിപ്പുകൾ ദൈവം തരുമ്പോൾ അവഗണിക്കുന്നത് വലിയ വീഴ്ചയ്ക്ക് കാരണമായി തീരും. ഏതു മനുഷ്യനും വീഴ്ച പറ്റുന്നതിന് മുമ്പുള്ള മുന്നറിയിപ്പ് സ്വീകരിക്കുവാൻ തക്കവണ്ണം ഉള്ള നല്ലൊരു ഹൃദയം തരണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഓർക്കുക, തിരുത്തൽ സ്വീകരിക്കുവാൻ തയ്യാറാകുന്ന വ്യക്തിയോട് ദൈവം ക്ഷമിക്കുകയും അവനെ ഉയർത്തുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us all.